സ്വന്തമായിട്ട് പള്ളി പിടിക്കുന്നുണ്ട് നമ്മുടെ നാഷണൽ ഇന്റർനാഷണൽ പള്ളികൾ. നീ എന്തിനാണ് റോട്ടിൽ കൂടെ പോണ ഏണിയൊക്കെ പിടിക്കണത്? നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിട്ട് അന്തർ സംസ്ഥാന പള്ളികൾ പിടിക്കുന്നുണ്ട്. ഈ ജീവിതം എന്ന് പറയണതേ ചിലപ്പോഴൊക്കെ ആഘോഷിക്കാൻ കൂടിയുള്ള, ചിലപ്പോഴൊക്കെ അങ്ങനെ പിടിക്കുമ്പോ അങ്ങനെ അറിഞ്ഞോ അറിയാതെ നമ്മളും അത് കേൾക്കുമല്ലോ. നമ്മളും അത് കേൾക്കുമ്പോ ആ ഒരു ഫീൽ എങ്ങനെയാണ് ആക്ച്വലി? ഒന്നും ചെയ്യാതെ വെറുതെ ഒരു മൂലക്ക് ഇരുന്നാ മതി, അടി അവനവിടെ ചോദിച്ചു വാങ്ങും. അത്രയ്ക്കും എടുക്കണ പുള്ളി അതിന്റെ അതൊക്കെ അറിയാവുന്ന ബുദ്ധിയൊക്കെ ഉള്ള ഒരാളാണ്. അത് പെരുമാറ്റത്തിന് ഞങ്ങൾക്ക് മനസ്സിലായി. എന്താ എന്നിട്ട് എന്ത് നല്ല പെരുമാറ്റം എന്ന് പറയായിരുന്നു. പുള്ളി നിർത്തുമ്പോ വണ്ണം കളിക്കുന്നതാണ്. അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ ഇവൻ പൊട്ടനാണ് മുതലാളി? ഇവന് നല്ല ബുദ്ധിയായിരുന്നു സാറേ. ഈ ഇടയായിട്ട് എന്ത് പറ്റിയെന്ന് അറിയാൻ പാടില്ല. നമുക്കറിയാലോ പുള്ളി അതിലൂടെ ഒരു എന്റർടൈൻമെന്റ് ആണ് ഉദ്ദേശിക്കുന്നത്. എന്റെ കയ്യിൽ അവനെ കിട്ടിയേ ഞാൻ അവനെ അരിഞ്ഞ് മുളകിട്ട് അങ്ങനെ തിന്നിടോ. ആൾക്കാരെ ഫ്രീഡം ഉള്ളിടത്ത് അത് പറയുന്നുള്ളൂ. എനിക്ക് അയാളെ കണ്ടിട്ട് ഒരു അലസനെ പോലെയാണ് തോന്നുന്നത്. ജീനിയസുകൾ അങ്ങനെയാണ്, കാഴ്ചയിൽ അലസന്മാരായിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ അർജുന്റെ എന്നോട് നൻപൻ വ്യക്തിക്കാരൻ. അപ്പം ഇനി ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഇനി തമിഴ്നാട്ടിലോട്ട് കയറാൻ പറ്റില്ല. സ്വന്തം പറയാൻ എന്റെ കയ്യിൽ ഇത് മാത്രമുള്ളടാ. നീ പുറത്തേക്ക് ഇറങ്ങി വാതിലടച്ച ഈ അണ്ടർവെയർ ഒരു ജനലിൽ കൂടി ഞാൻ തരാം. എന്നെ വേർബോഡി ആയിട്ടെങ്കിലും ജീവിക്കാൻ അനുവദിക്കടാ. നൻപനുക്ക് പൈത്യം, അതിനാൽ എനിക്ക് ഒന്നുമേ പണ്ണ മുടിയാതെ നിങ്ങ മന്നിച്ചെടുങ്ങ. സാറിനെ പോലുള്ള മാന്യന്മാര് ഇതുപോലുള്ള അലവലാളികൾ കൊണ്ട് നടക്കരുത്. എന്ത് ചെയ്യാനാ, കഞ്ഞിയും വെള്ളവും കുടിച്ച് ജീവിച്ചോട്ടെ നേരിയ. പക്ഷെ അതിനെ എടുക്കുന്ന ഒരു രീതി അല്ലേ, നമ്മൾ അതിനെ വളരെ ഫണ്ണായിട്ട് എടുക്കുവാണെങ്കിൽ നമുക്ക് യെസ് നോയും പറയാൻ പറ്റുന്ന ഒരു ബന്ധം ആവണമല്ലോ. പക്ഷെ ബോധമുള്ളമാരും ഉമ്മാർക്ക് പ്രാന്താന്ന് പറയുള്ളൂ. കൂടെ ജോലി ചെയ്യുന്നവനായി പോയില്ലേ സിസ്റ്റർ, ഉപേക്ഷിക്കാൻ പറ്റൂ. ഒരേപോലെ ഇപ്പൊ അതിന്റെ പേരിൽ തമിഴ്നാട്ടിലോട്ട് അടുപ്പിക്കില്ലെന്ന് തോന്നുന്നു. എന്തായാലും മരണം ഉറപ്പായി. എന്നെ പഠിപ്പിക്കാൻ ഞാൻ അവിടെ ഇരുന്നല്ലേ ഉള്ളൂ. ഒരു ഫ്രെയിമിൽ ഒരുമിച്ച് കണ്ട അവനോട് നൻപൻ ഇവൻ ഫോട്ടോ വല്ലതും കാണിച്ച അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് തെറിപ്പിക്കുന്ന അണ്ണനെയാ. അവന്റെ അണ്ണ അവിടെ പോയി അണ്ണ ഉരുട്ടി, ഡേയ് നീ അവനോട് അണ്ണല്ല അവനെ കട്ടിപ്പോട്. ചെറുകം തലക്കടിച്ചൊന്നും പറയില്ലടാ, എന്റെ തലോട്ടിക്ക് മുട്ടത്തോടിന്റെ കനേ ഉള്ളൂ. പറയണ്ട, കെട്ടി വെക്കൂ. ഞാൻ ഇപ്പൊ എங்களுക്കുള്ള എന്താ സംബന്ധം ഇല്ല എന്നുള്ള എന്തിനാടാ എന്നെ കൊല്ലാനായി കാലനായിട്ട് അവതരിച്ചിരിക്കുന്നത്? ഫ്രണ്ടില്ലേ എനക്ക് അവനെ തെറിയവേ ഞങ്ങളൊന്നും കാണുന്നുമില്ല, കേൾക്കുന്നുമില്ല. അടുത്തതിന്റെ മോണയം പൊളിക്കും. സുഹൃത്തുക്കളായ ചതിയന്മാരാവരുതാ. ഇതുപോലുള്ള ഗംഭീര വീഡിയോകൾക്കായി ഈ ചാനൽ വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ അമുക്കാൻ മറക്കല്ലേ.